ഇത് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യ യുക്രൈൻ വാറിന് ശേഷം ഇപ്പം ലോകത്ത് വാറിന് ശേഷവും നമ്മുടെ ഈ പറയുന്ന സിന്ദൂർ ഓപ്പറേഷന് ശേഷവും വലിയൊരു വ്യത്യാസം ഈ ആയുധ വ്യാപാരത്തിനകത്ത് വന്നിട്ടുണ്ട്. സിന്ദൂറിനകത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം ഉണ്ടാക്കുന്നത്, അതിനകത്ത് ഡ്രോൺ ഉണ്ടാക്കുന്ന രാജ്യമായിരുന്നു തുർക്കിയുടെ ആ ഡ്രോൺ സംവിധാനം അല്ലെങ്കിൽ അതിൻ്റെ മൊണോപ്പൊളി അതോടുകൂടി തകർന്നു. അവരോട് കരാറുണ്ടായിരുന്ന എല്ലാ രാജ്യങ്ങളും ഇനി അത് വേണോ വേണ്ടായോ നമ്മൾ തകർത്ത് ഊരകളഞ്ഞു. അതിനെ ജീവനോട് പിടിച്ചെന്ന് പറഞ്ഞാൽ ജാം ചെയ്ത് പിടിച്ചു. അതുപോലെ തന്നെ F-16 പോലെ F-16 ആണെന്ന് തോന്നുന്നല്ലോ ഏറ്റവും വലിയ മിസൈൽ, നമ്മുടെ ബ്രഹ്മോസിനെ മറികടക്കുന്ന മിസൈൽ എന്ന് പറഞ്ഞിട്ട് മിസൈലും അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളും എല്ലാ സംവിധാനങ്ങളും അവിടെ വിമാനങ്ങളൊക്കെ ഉപയോഗിച്ചത് ആരുടെയാണ്? ചൈനയുടെയാണ്. ചൈന വലിയ ഇപ്പോഴാണല്ലോ നമ്മളോട് കൂടുതൽ അടുപ്പത്തിലാണ്. ആ സമയത്ത് ചൈനയുടെ സഹായവും അല്ലെങ്കിൽ ചൈനയുടെ യുദ്ധക്കോപ്പുകളാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തുർക്കിയിൽ. അതെല്ലാം പരാജയപ്പെടുത്തിയാണ് നമ്മൾ അതിനെയെല്ലാം മറികടന്നാണ് അവർ പ്രതിരോധ സംവിധാനം ഒന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്തപ്പോൾ അവരുടെ പ്രതിരോധ സംവിധാനം പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. പിന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രഹ്മോസിനെ വലുതെന്ന് പറഞ്ഞാൽ F-16 ആണ്. ഏതോ ഒരു നമ്മൾ ജാം ചെയ്ത് പിടിച്ചല്ലോ, സാങ്കേതിക വിദ്യ പോലും നമ്മുടെ കയ്യിലായിപ്പോയി. അവരുടെ എല്ലാ യുദ്ധക്കോപ്പുകളും പരാജയം. അപ്പൊ ഈ അവസരത്തിൽ റഷ്യക്ക് യുദ്ധമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ യുദ്ധക്കോപ്പുകൾ വിറ്റുകൊണ്ടിരുന്ന അമേരിക്ക കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടുപേരും മത്സരിച്ചുകൊണ്ടിരുന്നിടത്ത് അവർക്ക് 87% അവരുടെ യുദ്ധക്കോപ്പുകൾ വിൽക്കുന്നതിന് ഇടിവ് സംഭവിക്കുന്നു. ആ യുദ്ധക്കോപ്പുകൾ വിൽക്കാൻ അവരുടെ സാങ്കേതിക വിദ്യ എല്ലാം നമുക്ക് തന്ന് നമ്മളെ ആശ്രയിക്കുന്ന ഒരവസ്ഥ. ഈ അവസരത്തിലാണ് 2014 വരെ 600 കോടി രൂപയുടെ മാത്രം ആയുധങ്ങൾ വിറ്റുകൊണ്ടിരുന്ന നമ്മൾ 35,000 കഴിഞ്ഞ് 50,000-ലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇത് അമേരിക്കയ്ക്ക് വലിയൊരു വെല്ലുവിളിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.